നടക്കുമോ ഇത്? എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവിടെ ഒറ്റൊരു നിർബന്ധം കൊണ്ടാണ് സർക്കാർ ആശുപത്രി കൊണ്ടത്. ഈ സമയത്ത് വല്ല പ്രൈവറ്റ് ആശുപത്രി ആയിരുന്നെങ്കിൽ രണ്ട് പാത്രമായിരുന്നു. രണ്ട് പാത്രമാ നിന്നെ പെണ്ണുമ്പിള്ള പ്രസവിക്കുന്ന പൊറോട്ട ഇറച്ചിയാണോ? അതല്ലെന്ന്, പിന്നെ കൊച്ചു വേറെ തള്ള വേറെ രണ്ടായിരം പറഞ്ഞു. ഓ അങ്ങനെ. ആ, നിങ്ങളൊന്ന് കേൾക്കണം. ആദ്യമേ ഇവര് വന്ന് പറഞ്ഞു നോർമൽ ഡെലിവറിയാന്ന് പറഞ്ഞു. അത് കഴിയുമെന്ന് പറഞ്ഞു സുഖപ്രസവമാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ആന്ന് പറഞ്ഞു. ഇപ്പൊ എന്ന് പറയാം സിസേറിയനാണ്. ഞാൻ എന്താ ചെയ്യണ്ടേ? എടാ, ഈ സിസേറിനും ഓപ്പറേഷനും ഒക്കെ ഒന്ന് തന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഒന്നാണോ? പിന്നെ ഉറുമ്പ് കടിക്കണ വേദന ഉള്ളെന്നാ എന്റെ പെണ്ണുമ്പിള്ള എന്നോട് പറഞ്ഞേ. അയ്യോ, അതെ, ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ പറ്റില്ല. ഇതൊരു തിയേറ്റർ ആണ്. തിയേറ്റർ ആകുമ്പോ ഒച്ചയും ബഹളം കൂക്കുവിളി ഉണ്ട്. അതല്ല തിയേറ്റർ ഉള്ളൂ. ഇതൊരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഓപ്പറേഷൻ തിയേറ്റർ. ആ, ഇനി ഇവിടെ കിടന്ന് ബഹളം വെച്ചാ ഞാൻ അങ്ങ് എനിമ വെച്ച് തരും. സിനിമ വെച്ചവരാണ് വിജയുടെ തെറി വെച്ചു തന്നെ. എണ്ണ വെച്ച എന്താവെന്ന് അറിയാമോ? ആ, പറഞ്ഞു ഊപ്പാട് വന്നോളൂ. അല്ല, ഇത് ആരാ? മനോജ് ആരാ? ഈ തൂണ് പോലെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലേ, ഞാനാണ് മനോജ്. നെറ്റിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ, അത് മനസ്സിലാക്കാൻ. ചോദിക്കുമ്പോ അങ്ങ് പറഞ്ഞാ മതി കേട്ടോ. അതെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് 2 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ഉണ്ടാവും. തലേന്ന് 2 കുപ്പി ബ്ലഡ് വേണം. സിസ്റ്റർ, തലേന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. കാലിന്ന് കയ്യിൽ എടുത്ത് എന്താണ് കുഴപ്പം? അറിയണമല്ലോ. ഞാൻ കോമഡി അടിക്കാനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? തന്റെ കെട്ടിയോളാണോ അകത്ത് കിടക്കുന്നത്? അതെ, അത് റെഡിയാക്കി തരണം. ആ, വേണം. 2 കുപ്പി ബ്ലഡ് വേണം. കൊണ്ടുതരാം. ഡോക്ടർ എവിടെ? ഡോക്ടർ സൗകര്യം ഉള്ളപ്പോ വരും. ഡോക്ടറെ, അവിടെ കിട്ടും. വരൂ സിസ്റ്റർ, നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ഒരുമാതിരി വൃത്തിയോട് പറഞ്ഞ ഡോക്ടറാണെന്ന് ഞാൻ വിചാരിക്കത്തില്ല. കണ്ണുകുത്തി പൊട്ടിച്ചോളെ ഞാൻ. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാൻ മേല. ഇത് കണ്ണെല്ലാം കൂടെ വെളി വന്നല്ലോ. ഞാനതല്ല പറഞ്ഞത്. വാർഡിലൊന്ന് റൗണ്ട്സിന് പോയാലോന്ന് ചോദിച്ചത്. റൗണ്ട്സിന് പോകാൻ സമയമാകുമ്പോ ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തോളാം. എല്ലാത്തിനും കൂടെ ഇവിടെ ഒരാളെ ഉള്ളൂ. ബാക്കിയൊക്കെ ലീവ് എടുത്ത് പോകുമ്പോ ആലോചിക്കണം. ഡോക്ടർ, എന്താണ് ഡോക്ടർ? ഇത് സർക്കാർ ആശുപത്രിയാണോ? അതെ. ഇത് മൊത്തം കൊതുവും അഴുക്കും പൊടിയും മൊത്തം നാശമാണുള്ളത്. പിന്നെ എന്റെ ഡോക്ടർ കാര്യം മനസ്സിലാക്കണം. എന്താണ്? ഒരാഴ്ച ഞാൻ എന്റെ ഭാര്യയോട് വന്നിട്ട് ഇതിപ്പോ എത്ര ദിവസം ഉറക്കോളപ്പായി? ഒറ്റ ദിവസത്തെ ഉറക്കോളപ്പ് കാരണം നീ എത്ര ദിവസമായിട്ടിരുന്ന് ഉറക്കോളക്കുന്നല്ലേ? ഇതൊക്കെ നേരത്തെ ആലോചിക്കണ്ടേ മിസ്റ്റർ? എന്താ ഡോക്ടർ? ഈ അഹങ്കാരിയുടെ മുറിവ് പച്ചയ്ക്ക് ശിച്ചിടണം, പച്ചയ്ക്ക്. അയ്യോ, അപ്പൊ മയക്കണ്ടേ? ചെന്ന് കേറിക്കൂടെ, അവൻ നിന്നെ മയക്കാതെ നോക്കി. കൊറേ എണ്ണത്തിന് ഇങ്ങനെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് രാവിലെ. ഡോക്ടർ, എന്താണ് ഡോക്ടർ? എന്താണ് ഡോക്ടർ? എന്താണ് ഡോക്ടർ, എന്റെ ഭാര്യ എങ്ങനെയുണ്ട്? അവന്റെ ഭാര്യ എങ്ങനെയുണ്ടെന്ന് എല്ലാം ഒപ്പിച്ചു വെച്ച് ലേബർ റൂമിൽ കൊണ്ടിട്ടിട്ടാണോ ഇതൊക്കെ തിരക്കുന്നത്? കല്യാണത്തിന് മുമ്പ് അവിടെ പഞ്ചായത്തിൽ പോയി തിരക്കണമായിരുന്നു. അബദ്ധം പറ്റിയല്ലേ? അയ്യോ, അതല്ല. പിന്നെ എന്റെ ഭാര്യയുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്. ഓ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതാ ചോദിച്ചത്. എന്താ പേര്? മനോജ്. സി മിസ്റ്റർ മനോജ്, താങ്കൾ ഇവിടുന്ന് താങ്കളുടെ ഭാര്യയ്ക്ക് കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. എന്തായാലും താങ്കൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഒരു പുതിയ ഭാര്യയുമായിട്ടായിരിക്കും. ഡോക്ടർ. മനോജ് എവിടെ? മനോജ്. മനോജ്. ആ, ഭാര്യ പ്രസവിച്ചു, സുഖപ്രസവം. എന്ത് തോന്നിയ സിസ്റ്റർ പറഞ്ഞത്? ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ പേരിടുന്നത് എന്റെ അച്ഛനമ്മയാണ്, അല്ലാതെ ഡോക്ടർ സിസ്റ്ററും കൂടെ ചേർന്നല്ല കുഞ്ഞിന്റെ പേരിടുന്നത്. എവിടുത്തെ ന്യായമാണ്? എന്റെ കുഞ്ഞെ ഒന്നും വിചാരിക്കല്ലേടോ. തന്റെ കൊച്ചിന് പേരിടണമെന്ന് ഞങ്ങൾ പറഞ്ഞോടോ? ഡോക്ടർ പറഞ്ഞോടോ? വെറുതെ അനാവശ്യം വിളിച്ച് പറഞ്ഞോണ്ടല്ലോ കൊച്ചു മേടിച്ചു പോവല്ലോ. പിന്നെ നിങ്ങളിപ്പോ വന്ന് പറഞ്ഞോ എന്റെ ഭാര്യ പ്രസവിച്ചു ശിവപ്രസാദ് ഇപ്പൊ വന്ന് പറഞ്ഞല്ലോ. സുഖപ്രസവം പറഞ്ഞു. കുഞ്ഞിനെ കാണണോ തനിക്ക്? ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണേ. എന്റെ പ്രാർത്ഥന എനിക്ക് ആൺകുഞ്ഞിനെ തന്നെ കിട്ടണേ. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. എനിക്ക് ആൺകുഞ്ഞിനെ തന്നെ കിട്ടിയല്ലോ. സന്തോഷം. ഹാപ്പി. ഞാൻ വിചാരിച്ച പോലെ ആൺകുഞ്ഞല്ല, ഇതെന്റെ വിരലാ. വീട് എന്റെ പൊന്നു മക്കളെ, ഇങ്ങനെ ഒരു പൊട്ടൻ അച്ഛൻ. സിസ്റ്റർ, താനത് പെണ്ണുങ്ങൾ അറിയണം, സ്ത്രീകൾ അറിയണം. പറയും ഞാൻ സ്ത്രീകൾ അറിയണം. തന്നെ പോലുള്ളവർ നാണം കിടണം. സിസ്റ്റർ ഇവിടെ വരൂ. സിസ്റ്റർ അല്ലേ പറഞ്ഞത് ഞാൻ മാത്രമേ കട്ടിലിൽ കിടന്ന് മൂത്രം ഒഴിക്കാറുള്ളൂ എന്ന്? നിൽക്കുന്നു ഒരു മഹാൻ. ഇവിടെ വാഴ കിടന്ന്
പുള്ളി ഇങ്ങോട്ട്